ഈദ് ഹോളിഡേയ്സിൻ്റെ സെക്കൻഡ് ഡേ ആയിരുന്നു കേട്ടോ. നമ്മൾ ഇന്നലെ പോയത് ഡോൾഫിൻ വാച്ച് കാണാൻ വേണ്ടിയിട്ടായിരുന്നേ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവരൊക്കെ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിക്കോളൂ. ലൈവായിട്ട് ഡോൾഫിനെ കണ്ട എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെയാണ് ആ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ഏകദേശം നമ്മളൊരു 7 മണിയോടുകൂടിയൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ഇപ്പോഴും ഉണ്ടായിരുന്നത്. പിന്നെ നമ്മളിപ്പോൾ പോയി വിസിറ്റ് ചെയ്യാൻ പോകുന്ന ഈ ഒരു സൂ വന്നിട്ട് ഒമാനിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള സൂ ആണ്. അത് ഇൻഡോറാണ് കേട്ടോ. അതായത് മൃഗങ്ങളെ എല്ലാം തന്നെ നമ്മൾ പുറത്തല്ല ഇട്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിലത്തെ പോലെ സൂവേ അല്ല ഈ ഒരു സൂ വന്നിട്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. അപ്പോൾ പോകുന്ന വഴിയിൽ കുറച്ച് റോഡും അതേപോലെ സ്ഥലങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ക്യാപ്ചർ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മൾ യാത്ര ചെയ്ത് ഏകദേശം 2.5 മണിക്കൂറോളം മസ്കറ്റിൽ നിന്ന് യാത്ര ചെയ്തിട്ടാണ് ഈ ഒരു സഫാരി വേൾഡിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോഴത്തേക്ക് ആ വരുന്ന വഴിയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു വ്യൂ വന്നിട്ട്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ധാരാളം കാർ സ്പേസ്, അതായത് പാർക്കിംഗ് സ്പേസ് നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഇതാ സഫാരി വേൾഡ് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരാൾക്ക് 5 റിയാൽ അത്രയാണ് കേട്ടോ ടിക്കറ്റ് ചാർജ് വന്നിട്ട്. ഇതാണ് കേട്ടോ ഉള്ളിലേക്ക് കയറുമ്പോഴുള്ള ആ ഒരു ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ വന്നിട്ട് നല്ലൊരു മരം ഒരു മോഡൽ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കയറി വന്നപ്പോൾ തന്നെ എന്നെ അട്രാക്റ്റ് ചെയ്തത് ഈ ഒരു തട്ടയാണ് കേട്ടോ. ഇതിൻ്റെ ചുണ്ട് വന്നിട്ട് ബ്ലാക്ക് കളറിലാണ്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ബ്ലാക്ക് കളറുള്ള ഒരു തട്ടനെ നേരിട്ട് കാണുന്നത്. ഇവിടെ വരുന്ന വിസിറ്റേഴ്സ് ഈ ഒരു ബേർഡിനൊക്കെ ഫുഡൊക്കെ ഇട്ട് കൊടുക്കാറുണ്ടെന്നാണ് കേട്ടോ ഇവിടെ ഉള്ളവരൊക്കെ പറഞ്ഞത്. അപ്പോൾ ഞാൻ കുറേ നേരം ഫോണും കൊണ്ട് അങ്ങനെ നടന്നുകൊണ്ടാണ് അത് പെട്ടെന്ന് ഇവിടുന്ന് എസ്കേപ്പ് ആയത്. അപ്പുറത്തൊരു ചെറിയൊരു ഷോപ്പ് ഉണ്ടായിരുന്നു, അങ്ങോട്ട് പോയി. അപ്പോൾ പിള്ളേരെ അട്രാക്റ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ ചെറിയ ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതിനുള്ളിൽ തന്നെയാണ് വലിയൊരു മരം പോലെ വളർന്നു നിന്നിട്ട് അതിലൊരു ചെറിയൊരു ട്രീ ഹൗസ് പോലെയൊക്കെ അവർ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു അറ്റ്മോസ്ഫിയർ തന്നെയായിരുന്നു ഈ ഒരു ഭാഗത്ത് വന്നിട്ട്. കണ്ടാലേ നോഹയുടെ പെട്ടകം പോലെ തോന്നുമെങ്കിൽ ഇത് നോഹയുടെ പെട്ടകം ഒന്നല്ല കേട്ടോ. ചെറിയ പിള്ളേർക്കും നമ്മൾക്കും ഒക്കെ ജസ്റ്റ് അതിനുള്ളിൽ കയറി ഫോട്ടോ എടുക്കാൻ പറ്റിയ രീതിയിലായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ കുറച്ച് ബേർഡ്സിനെ ഇങ്ങനെ കൂട്ടിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് സത്യമായിട്ട് അറിയത്തില്ല. എന്തോ ഒരു പാരറ്റിൻ്റെ ഒരു സ്പീഷീസ് തന്നെയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതാ മക്കാവ് ഇവിടെ ഉണ്ടായിരുന്നു. ഇതിനെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നേ. ഇത് കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഞാൻ ക്യാമറ കൊണ്ടുവന്ന അതേ രീതിയിൽ തന്നെ ഇത് നോക്കുന്നുണ്ടായിരുന്നു.